വ്യാപാരിയുടെ ആത്മഹത്യയിൽ സത്യസന്ധമായും നീതിപൂർണവുമായ അന്വേഷണം വേണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സാബുവിന്റെ കുടുംബത്തിന് സർക്കാർ സഹായം നൽകുമോ എന്ന കാര്യത്തിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. പുറത്തുവന്ന വിവാദമായ ഫോൺ സംഭാഷണമടക്കം അന്വേഷണ പരിധിയിൽ വരുന്നതാണ്. സംഭാഷണത്തിൽ രണ്ട് വശങ്ങളും കാണേണ്ടിവരും. എന്നാൽ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഫോൺ സംഭാഷണത്തിൽ കുടുംബം പറഞ്ഞതിനനുസരിച്ചുള്ള അന്വേഷണം നടക്കും. നിലവിലെ അന്വേഷണത്തിൽ കുടുംബത്തിന് കൃത്യമായി നീതി ലഭിക്കുമെന്ന് മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. ഉണ്ടായ വിഷയങ്ങളും അടിസ്ഥാന പ്രശ്നങ്ങളും എല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അവർക്ക് പറയാനുള്ളതും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായ കാര്യങ്ങളെല്ലാം ആ നിലയിൽ തന്നെ സത്യസന്ധമായി നീതിപൂർവ്വം നടത്തണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങളെ ആ നിലയിൽ കാണണം. ഫോൺ സംഭാഷണത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളും ഈ അന്വേഷണത്തിന്റെ പരിധി വരും. സംഭാഷണങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞു, ഞാനായിട്ട് പറയേണ്ട കാര്യങ്ങളില്ല. അപ്പം അതൊക്കെ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരട്ടെ. എന്ത് സംഭവിച്ചാലും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെയും നിഷ്പക്ഷമായ അന്വേഷണത്തിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള സാഹചര്യം? സംഭാഷണമല്ലേ, ആ സംഭാഷണത്തിന്റെ രണ്ട് ദിക്കും നമ്മൾ നോക്കേണ്ടി വരും. പക്ഷെ അതിനേക്കാൾ ഗൗരവമായി ഞാൻ കാണുന്നത് അതിന്റെ ഗൗരവം കുറച്ച് കാണുമല്ല, ഈ കുടുംബത്തെ നമുക്ക് ഏത് തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, അതാണല്ലോ നേരത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതെ, അപ്പം അത് കുടുംബം പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനത്തിലുള്ള അന്വേഷണം തീർച്ചയായിട്ടും നടക്കും. തുടർ അന്വേഷണ കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ അവരോട് തുറന്ന് സംസാരിച്ചു. ഇനി തുടർന്നും ആളുകളിൽ ഞാനോട് വരികയും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും.